ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ആവനാഴിയിലെ പ്രധാന അമ്പുകളായിരിക്കണം FAQസിനും CAQസിനും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആൻസേഴ്സ്. ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്, അതുപോലെ കോമൺലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. സെറ്റ് ഓഫ് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ യുദ്ധം നമ്മൾ പാതി ജയിച്ചു എന്ന് തന്നെ നമുക്ക് കരുതാം. ഇന്റർവ്യൂകളിൽ സ്ഥിരമായി ചോദിക്കപ്പെടാറുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്യുന്നതിലുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ആദ്യമായി ഒരു ചോദ്യം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന പകപ്പ് ഒഴിവാക്കാം. അഥവാ നമ്മൾ ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഫെമിലിയർ ആയിരിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമുക്ക് ഓൾറെഡി ടെൻഷനുണ്ട്. അതിൻ്റെ കൂടെ ഒരു സെറ്റ് ഓഫ് പുതിയ ചോദ്യങ്ങൾ കേട്ടാൽ നമ്മൾ അതിനെക്കുറിച്ച് ആദ്യമായിട്ട് ചിന്തിക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ടെൻഷൻ കൂടുകയുള്ളൂ അല്ലേ? അതേസമയം ഇൻ്റർവ്യൂവിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവും ഓൾറെഡി. അപ്പോൾ അന്നേരം ഉത്തരം പറയാൻ നമുക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. എന്ന് വെച്ച് നമ്മൾ കാണാതെ പഠിച്ച് ഉത്തരങ്ങൾ പറയണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഒരു ചോദ്യം, അതിനുള്ള ഉത്തരത്തിൻ്റെ ഒരു ഫ്രെയിം വർക്ക്, ഐഡിയാസിൻ്റെ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് ചോദ്യം ചോദിക്കപ്പെടുന്ന ആ ഒരു സാഹചര്യത്തിൽ അതിലേക്ക് വാക്കുകളെ നിറച്ച് നമ്മുടെ ഉത്തരം സ്വാഭാവികമായി പറയുക. അപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് സൗണ്ട് ചെയ്യുകയുമില്ല, എന്നാൽ ആ ഒരു പ്രിപ്പറേഷൻ അതിനുള്ളിലേക്ക് പോയിട്ടുണ്ട് താൻ. ഏത് ഇൻഡസ്ട്രിയിലെയും ഏത് വേർട്ടിക്കലിലെയും ഉള്ള ജോലികൾക്ക് സ്ഥിരമായി ചോദിക്കപ്പെടാറുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഇതിന് നിർബന്ധമായും പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നത്. ബട്ട് ദിസ് ഇസ് നോട്ട് എൻ എക്സോസ്റ്റീവ് ലിസ്റ്റ്. ഇതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇനിയുമുണ്ട്. ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണമെങ്കിൽ കം ജോയിൻ us സ്കിൽ ഹൗസ്.